മുൻനിരയിലേതടക്കം പല്ലുകൾ നഷ്ടപ്പെട്ടു. മുഖത്തെ എല്ലുകൾക്കും കൈക്കും പൊട്ടലുണ്ട്. മൂക്കിലെ ക്ഷതം ശബ്ദത്തെ തന്നെ മാറ്റിമറിച്ചു. പല്ല് ഫുൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടും സ്റ്റീൽ ഇടേണ്ടി വന്നിട്ടും ശബ്ദം മാറി എന്നും അല്ലെങ്കിൽ നമ്മൾ പിടിച്ച കിട്ടാത്ത ആംഗിളുകളിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടും എൻ്റെ മുഖമാകെ ഇങ്ങനെ ചതഞ്ഞിരിക്കണതുകൊണ്ട് എനിക്ക് സംസാരിക്കാനോ അധികം വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടെ സംസാരിക്കാനോ പറ്റിയില്ല. പ്രാക്ടീസ് ചെയ്ത് അത് വരുതിയിൽ വരുത്തി നിങ്ങളല്ല ഞാൻ വിചാരിച്ച സ്ഥലത്ത് എൻ്റെ ശബ്ദവും ഞാൻ വിചാരിച്ച സ്ഥലത്ത് എൻ്റെ ഭാവം അത് വരും. ഇനി കുറച്ച് നാളത്തേക്ക് റെസ്റ്റാണ്. പക്ഷെ നിങ്ങളാരും വിഷമിക്കണ്ട, പഴയതിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. വീണ അന്തർജനം തന്നെയാണെന്ന് ഉറപ്പാണോ? ഒരേലും രണ്ടേരും മൂന്നേരം ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ഭാര്യ വീണ അന്തർവാഹി അന്തർജനം. നീയൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം എനിക്ക് അറിയാമോ? എടാ, ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കഴിക്കില്ലേ? എന്റെ കെട്ടിറങ്ങില്ലോ തലയ്ക്ക് പ്രാന്തി പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാനൊക്കെ തോന്നും. അഡീഷൻ ആവും. ശരീരം മനസ്സും മാത്രമല്ല സാമാനം പരിഹരിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ഞാൻ എന്നോട് സംസാരിക്കും ശരിയാക്കും. നബിയുടെ കൂടെ ഒരുത്തി എന്ന സിനിമ ചെയ്തു. ആ ഒരുത്തി എന്ന സിനിമയുടെ പ്രസ് മീറ്റ് കണ്ട് ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കണത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ തുടരുത്, എന്നെ ഒന്നും വിളിക്കരുത്. നിവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഈ ജിറ്റിയൊക്കെ മസിൽ പിടിച്ച മാത്രം നമ്മുടെ രഞ്ജി പണിക്കര് ഇങ്ങനെ ഈ മസിലെല്ലാം വിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ചെറിയ ചേഷ്ടകളുണ്ടാകും. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. മൂക്കിൽ 3-4 പേര് ഇരിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോ ചെറുതായിട്ട് മൂക്ക് നടഞ്ഞപ്പോ ഈ വിനീതേട്ടൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ വിനീതേട്ടൻ നിങ്ങളുടെ ഇവിടെ ആണെങ്കിലാണ് നമ്മുടെ ബാബുരാജേട്ടനാവണേ. എന്തായാലും കലക്കിടാൻ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ വിനീശാസനും ബാബുരാജും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാമെങ്കിൽ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ വോയിസിലേക്കാണ്. കറക്റ്റാണ്. ഈ ആന്റണി വർഗീസിനെ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പിണറായിജനാവും. ഇത് നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ജിനു ജോസഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം സൈജു കുറുപ്പായി മാറും. ഈ സൈജു കുറുപ്പിനെ അടിപൊളി, ഇന്താളൊരു മഹാ നടികൻ തന്നെ. ഈ സൈജു കുറുപ്പിനെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചാക്കോച്ചനായി മാറാൻ കഴിയും. ചാക്കോച്ചൻ ഇങ്ങനെ കാണിച്ച ജിനു ജോസഫ് ആവും ഇങ്ങനെ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വിനായകനാവും. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ. എല്ലാവരും കരച്ചത് കാട് മാത്രമല്ല, ഈ ആർട്ടിഫിഷ്യൽ സ്കൂളേഴ്സ് ഇരുന്നാലും കരയും കിടന്നാലും കരയും, കരഞ്ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാലോ ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഒരു ക്ലാരിറ്റി എൻ്റെ ആയിട്ടുള്ള ചേട്ടാ. അപ്പോൾ ആണെങ്കിൽ എപ്പോഴും പറയല ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ചേട്ടാ. തനി രാവണൻ 10 തലയായവന് കടലമ്മ കരഞ്ഞല്ല പറ്റത്, കണ്ണീരെല്ലാം അവളല്ല കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളോ കടലിന്റെ ഞാൻ കോയ രണ്ടു കോയേ കാറ്റിൽ ഇനിയും മണക്കും കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. ഇനി കര കാണുമോ അതോ ഇരയാകുമോ? കടൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? സത്യം പറയാം, എനിക്ക് പറ്റില്ല.